₹12. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് തന്നെ മാറേ. ഹലോ, തിരുനെൽവേലിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ ജസ്റ്റ് ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. 2 ദിവസത്തിനായിരുന്നു റൂം എടുത്തിരുന്നത്. റൂമിന് ഒരു ദിവസത്തിന് 500 രൂപ വരുന്നത്. അങ്ങനെ 2 ദിവസത്തിന് 1000 രൂപയ്ക്ക് 1000 രൂപ കൊടുത്ത് 2 ദിവസത്തിന് റൂം എടുത്ത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് റെഡിയാർപ്പെട്ടി ഹില്ല് കാണാനാണ്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്, ഒരു 10-15 കിലോമീറ്ററോളം അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് ബൈപ്പാസിലോട്ട് പോവാം. ബൈപ്പാസിലോട്ട് പോയിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ഷെയർ ഓട്ടെല്ലാം കിടക്കുന്നുണ്ട്, നമുക്ക് ചോദിച്ച് നോക്കാം ഇത് ബൈപ്പാസിലോട്ട് പോകുമെന്ന്. എന്നാൽ ബൈപ്പാസിലോട്ട് റെഡിയാർപ്പെട്ടി ഹില്ല് ബസ് എടുക്കാം. അപ്പോൾ ഇത് പോകത്തില്ല, ഇനി ബസ് കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ബൈപ്പാസിൻ്റെ പേര് KTC നഗർ ബൈപ്പാസ് എന്നാണ് കേട്ടോ. അതുവരെ പോകുന്നതിന് ടിക്കറ്റ് ചാർജ് 12 രൂപ. ഇങ്ങനെയാണ്ട് നമ്മൾ KTC നഗറിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ. അവിടെ ഈ ഓവർ ബ്രിഡ്ജ് കടന്നു പോയേക്കുന്നത് നാഷണൽ ഹൈവേ 44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ആണ്, ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതാണ്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ, ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞ്. നമുക്ക് അവിടെ പോയി നോക്കാം, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. കാരണം നമ്മൾ ഈ കടയിൽ കയറിയിട്ട് ചായയും വടയും കഴിക്കണം കേട്ടോ. ഇവിടെ വേറെ ഒന്നുമില്ല കഴിക്കാൻ, കുറച്ചങ്ങോട്ട് മാറിയിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അതാണ്ട് ഇവിടെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്, നമുക്ക് ഓട്ടോ കയറിയിട്ട് റെഡിയാർപ്പെട്ടി ഹില്ലിലോട്ട് പോവാം. ചോദിച്ചു നോക്കാം ഇവിടെ. എന്നാ റെഡിയാർപ്പെട്ടി ഹില്ല്, റെഡിയാർപ്പെട്ടി ആട്ടോ. ഇങ്ങനെ നമ്മൾ റെഡിയാർപ്പെട്ടി വന്നിട്ട് ഓട്ടോ ഇറങ്ങി കേട്ടോ. 5 കിലോമീറ്റർ ആണ് KTC നഗറിന് ഇങ്ങോട്ടുള്ളത്. 5 കിലോമീറ്ററിന് 200 രൂപ മേടിച്ച്, ഓട്ടോ ചാർജ് 200 രൂപയായി. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോയി നോക്കാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കയറി പോകണം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പുരുണൈ മ്യൂസിയം. ഇവിടെ ലോക്കാണ്. ഇനി എന്തായാലും നമുക്ക് അപ്പുറത്ത് പോയിട്ട് ആ ഹില്ലിലോട്ടൊന്ന് കയറി നോക്കാം. ഈ മ്യൂസിയത്തിലോട്ട് ഇവിടെയും ഒരു എൻട്രി ഉണ്ട് കേട്ടോ, പക്ഷേ ഇതും ലോക്കാണ്. ഇനിയിപ്പോൾ ഈ റോഡ് വഴിയാണ് മുകളിലോട്ട് കയറേണ്ടത്. വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് ഈ വഴിയാണ് പോകേണ്ടത്, പക്ഷേ ഇതും ലോക്കാണ്. വണ്ടികളൊന്നും കടത്തി വിടുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും നടന്ന് പോയി നോക്കാം. അങ്ങനെ ഹൈവേന്ന് കുറച്ചിങ്ങോട്ട് കയറി വരണം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കണ്ടേ ഒരു ആടിൻ്റെ തലയെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാം. ഒരു സ്റ്റാച്ചു ആണ്. അതുപോലെ തന്നെ സൈഡിലായിട്ട് പാർക്കിംഗ് എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് വണ്ടികളൊന്നും അധികം കാണാനില്ല. ഇന്ന് അവധിയാണെന്ന് തോന്നുന്നു, എന്തോന്നും അറിയത്തില്ല. അവിടെ എല്ലാം ലോക്ക് ചെയ്തിട്ടേക്കാണല്ലോ. എന്തായാലും കയറി നോക്കാം. ഇങ്ങനെയാണ്ട് നമ്മൾ റെഡിയാർപ്പെട്ടി ഹൈവേ വ്യൂ പോയിൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള കുറേ ചെടികൾ ഇവിടെ കാണാൻ കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെയുള്ള മുൾച്ചെടികളെല്ലാം ഉണ്ട് ഇതിന് പൊക്കത്തിൽ. ഇതുവഴി കയറിയിട്ട് വേണം അപ്പുറത്തോട്ട് ഇറങ്ങാൻ. വേണ്ട, നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ പൊക്കത്തു നിന്ന് കിട്ടുന്നത്. കണ്ടില്ലേ? ഇത്രയും വലിയ പാറകളാണ് കേട്ടോ കീറി മുറിച്ച് റോഡാക്കിയേക്കുന്നത്. NH44 ആണ് ഇതിൽ കടന്നു പോകുന്നത്. ഇഷ്ടം പോലെ വണ്ടികളെല്ലാം കടന്നു പോകുന്ന ഹൈവേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ കൂടിയാണിത്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. വെയിലുണ്ടെങ്കിലും കാറ്റടിക്കുന്നതുകൊണ്ട് ചൂടറിയുന്നില്ല. എന്നാലും നമുക്കിതിൻ്റെ താഴത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഇത് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഹൈവേ കടന്നു പോകുന്നത് ഈ കുന്നിൻ്റെ തൊട്ടടുത്തൂടെയാണ്. അത് നമുക്ക് ശരിക്കും ഇവിടെ വെച്ച് കാണാൻ പറ്റും.
അതുപോലെ തന്നെ നിരവധി സിനിമകളിൽ ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണിത്, റെഡിയാർപട്ടി ഹിൽ എന്ന് പറയുന്നത്. തമിഴിൽ ഒരുപാട് സിനിമയിലുണ്ട്. മലയാളത്തിൽ നീലാകാശം പച്ചക്കടൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഇത് ലൊക്കേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ റെഡിയാർപട്ടി ഹിൽ എന്ന് പറഞ്ഞാൽ തിരുനെൽവേലി സിറ്റി വ്യൂ പോയിൻറ്റും കൂടെയാണ്. അതുകൊണ്ടോ തിരുനെൽവേലി സിറ്റി നമുക്ക് ഇവിടുന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കായിട്ട് കാണാൻ പറ്റും. തമിഴിൽ ഇതിന് റെട്ടമല എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിലെ പോകുന്നവർ ഇത് വിസിറ്റ് ചെയ്യാൻ നോക്കുക, നല്ലൊരു കാഴ്ചയാണ്. സ്വന്തം വണ്ടിയിൽ വരുന്നതായിരിക്കും ഇങ്ങോട്ട് നല്ലത്. തിരുനെൽവേലിയിലൊക്കെ വരുവാണെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ബസ്സിൽ ഓട്ടോയിലൊക്കെ വരുവാണെങ്കിൽ ഓട്ടോയ്ക്ക് കുറച്ച് എക്സ്പെൻസായി. അതുപോലെ തന്നെ ബസ്സിൽ വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് കറങ്ങിയിട്ടൊക്കെ വേണം ഇങ്ങോട്ട് വരാൻ. അല്ലാതെ ഇതിൽ പാസ് ചെയ്യുന്നവർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ കയറി കാണാവുന്ന കാര്യമുള്ളൂ. ഇതിൻ്റെ മുകളിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു വലിയൊരു ആടിൻ്റെ സ്റ്റാച്ചു ആണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു സൈഡിൽ ഹൈവേയും മറ്റൊരു സൈഡിൽ ഇതുപോലെ തിരുനെൽവേലി സിറ്റി ഫുള്ളായിട്ട് കാണാം. കുറേ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ കയറി വരുന്നിടത്ത് കണ്ട പൊരുണൈ മ്യൂസിയം. റെഡിയാർപട്ടി ഹില്ലിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, 34 ഡിഗ്രി ചൂടാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ടൗണിലോട്ട് പോകണം. അപ്പോൾ ബസ് കിട്ടുമോ നോക്കണം, ഇല്ലെങ്കിൽ ഓട്ടോ വിളിക്കാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഓട്ടോക്കാരൻ്റെ നമ്പർ തന്നിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നോക്കാം, ഇവിടുന്ന് ബസ് കിട്ടുമോ നോക്കാം. ബസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ബസ് കയറിയിട്ട് നേരെ ടൗണിലോട്ട് പോവാം. ഇത് ഇവിടെ ആയിട്ടൊരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. ബസ് കിട്ടുമോ നോക്കട്ടെ, ഇവിടെ ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് എല്ലാം വിൽക്കുന്ന കടയാണ്. ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാം എന്തായാലും. അതുകൊണ്ട് ഒരു കരിമ്പ് ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ഈ മ്യൂസിയം അവധിയാണ്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇന്നത് അവധിയാണ്. അവധി ആയതുകൊണ്ട് തന്നെ ഇതിൽ ബസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ബസ്സൊന്നും വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. അങ്ങനെ പെരുമാൾ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് പുള്ളി. അതുകൊണ്ട് ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് ഇനി പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് വേണം നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ. ഇവിടുന്ന് ഡയറക്റ്റ് ഓൾഡ് ബസ് സ്റ്റാൻഡിലോട്ട് ബസ്സില്ലെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അപ്പുറത്തൊരു സ്കൂളാണ്, പഞ്ചായത്ത് യൂണിയൻ പ്രൈമറി സ്കൂൾ എന്ന് എഴുതി വെച്ചത്. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് പുതു ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അങ്ങനെ വീണ്ടും നമുക്ക് അവിടുന്ന് ഒരു ലിഫ്റ്റ് കിട്ടി കേട്ടോ. ലിഫ്റ്റ് കിട്ടി ഇപ്പോൾ പുതു ബസ് സ്റ്റാൻഡിലെത്തി. പുതു ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ടൊരു ചിൽഡ്രൻസ് പാർക്കെല്ലാം കാണുന്നുണ്ട്. അവിടെ ബസ്സിൽ കയറി ഇനി നമുക്ക് ടൗണിലോട്ട് പോവാം. ടൗണിലോട്ടല്ല, ജംഗ്ഷനിലോട്ട് പോവാം. അങ്ങനെ ഓൾഡ് ബസ് സ്റ്റാൻഡിലെത്തി. ഈ ബസ് ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് വേണം റൂമിൽ പോവാം. അതുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, കയറി നോക്കാം. മീൽസ് ഉണ്ടോ നോക്കട്ടെ, മീൽസ് ഉണ്ടെങ്കിൽ കഴിക്കാം. അങ്ങനെ ഒരു മീൽസ് മേടിച്ച് കഴിച്ച് 140 രൂപ. അത്യാവശ്യം നല്ലൊരു മീൽസ് ആയിരുന്നു. ഇനിയിപ്പോൾ നല്ല വെയിൽ, ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് വൈകുന്നേരം ഇറങ്ങാം. അങ്ങനെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 3:30 ഇനി ഇവിടുന്ന് അടുത്ത് പാളയംകോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഏകദേശം അങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെയാണ്ട് കുറച്ച് നടന്നെങ്കിൽ ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ. തെങ്കാശിയിലോട്ട് ഇവിടുന്ന് 56 കിലോമീറ്ററാണ്. അതുപോലെ തൂത്തുക്കുടിയിലോട്ട് 55 കിലോമീറ്റർ. തൂത്തുക്കുടിയും തെങ്കാശി ഹൈവേ ആണ് ഇത്. അതുകൊണ്ട് ഈ ജംഗ്ഷനിലായിട്ട് ഒരു സ്റ്റാച്ചു എല്ലാം കാണുന്നുണ്ട്. അവിടെ ആ ബസ് പോകുന്നത് നെല്ലിയാപ്പർ ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ ഇതാണ് താമരഭരണി റിവർ. പണ്ട് കാലത്ത് ഇതിൻ്റെ പേര് പൊരുണ എന്നായിരുന്നേ. നമ്മൾ രാവിലെ പോയ മ്യൂസിയത്തിൻ്റെ പേരും പൊരുണ എന്നാണ്. ഈ നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ടാവാം ആ പേര് മ്യൂസിയത്തിനിട്ടത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന ഒരേ ഒരു നിത്യഹരിത നദിയാണ് ഇത്. അതായത് വേനൽക്കാലത്തും വറ്റാത്ത നദി. ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ ചെമ്പിൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിന് താമിരഭരണി എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ നടന്ന് പാലൈ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി.
ഈ മാർക്കറ്റ് കാണുന്നുണ്ട്. ഈ മാർക്കറ്റിലോട്ട് ഒന്ന് കയറി നോക്കി. ഇവിടെയാണ് ഫ്ലവർ മാർക്കറ്റ് എല്ലാം ഉള്ളത്. ഫ്ലവർ മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ വെച്ച് പോകുന്നതാണ്. മാർക്കറ്റിലോട്ടൊന്ന് കയറി നോക്കാം. ഇങ്ങനെ നമ്മൾ പാലയം മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു പൂക്കളുടെ എല്ലാം കച്ചവടമാണ്. ഇത് ചോദിക്കാം. എന്നാൽ ഇത് തന്നെ മാല മാരിക്കോഴുണ്ട്. എവളോ? ഒരു മുഴം 20, അത് 10 രൂപ അല്ലേ? ഇത് തന്നെ മാല കടമ്പ. ഓക്കെ. ഇവിടെയും പൂക്കളുടെ കച്ചവടമാണ്. എന്നാൽ ഇത് തന്നെ മാലയാണ് മല്ലിപ്പൂവ്. അതെ. പാലയം മാർക്കറ്റിൻ്റെ അകത്തൂടെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഒരുപാട് ഫ്ലവേഴ്സ് എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. അകത്താണെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ ഒരുപാട് പലചരക്ക് സാധനങ്ങളുടെ എല്ലാം കച്ചവടങ്ങളാണ്. ഒരുപാട് കച്ചവടങ്ങളാണ്. കണ്ടില്ല, തുണിയിൽ പട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് കച്ചവടങ്ങളാണ് ഈ മാർക്കറ്റിനകത്ത്. ഇങ്ങനെ നമ്മൾ പാലയം മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണയാണ്. നാടൻ വെളിച്ചെണ്ണ. ഹാഫ് ലിറ്ററാ? ഹാഫ് ലിറ്ററാ? ഹാഫ് ലിറ്റർ എവ്വളോ? 200. 230. 230. 230. ആണ്ട് ഇത് ആട്ടുന്ന മെഷീനൊക്കെ ഏതാണ്ട് കേട്ടോ. പണ്ടത്തെ ഒരു സിസ്റ്റം. 1/2 ലിറ്ററിന് 230 രൂപ. അവിടെ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഗോപുരം കാണാം. ഇത് വേദനാരായണ ടെമ്പിളാണ്. കളർഫുള്ളൊന്നുമല്ല, അതിൻ്റെ പെയിൻ്റ് അടിക്കാത്തതുകൊണ്ട് ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും തിരക്കൊന്നും കാണാനില്ല. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ്ട് കുറച്ച് സ്നാക്സ് എല്ലാം വിൽക്കുന്ന ഉന്തുവണ്ടി കച്ചവടമാണ്. ഈ അമ്പലത്തിലെ തേര് കവർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് കേട്ടോ, HNR എന്നുള്ള ഏരിയ. അപ്പോൾ അവിടെ നമുക്കിന്ന് രാത്രിക്കുള്ള ഫുഡ് പാർസൽ മേടിച്ചിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ സമയം 7 മണി ആവുന്നേ ഉള്ളൂ. എന്നാൽ ഫുഡ് മേടിച്ചിട്ട് കൊണ്ടുപോകാം റൂമിലോട്ട്. അങ്ങനെ രാത്രി കഴിക്കാൻ ഒരു കിഴിപ്പൊറോട്ട മേടിച്ചിട്ടുണ്ട്. 160 രൂപയാണ് കിഴിപ്പൊറോട്ടൊക്കെ ആയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.